ശക്തിം മുമോജാഥാം ദേവ്യാസ്താമംബികാധൃതം ഹൂങ്കാരാഭിഹതാം ഭൂമൗ പാദയാമാസ നിഷ്പ്രഭാം സാബി ശക്തിം മുമോജാഥ ദേവ്യാ താം അംബികാധൃതം ഹൂങ്കാരാഭിഹതാം ഭൂമൗ പാദയാമാസ നിഷ്പ്രഭാം. അഥ പിന്നീട് സാബി അവനും അല്ലെങ്കിൽ ചാമരനും ദേവിയുടെ ശക്തിയെ അല്ലെങ്കിൽ വേലിനെ മുമോച മോചിപ്പിച്ചു. അംബിക ധൃതം വേഗത്തിൽ താം അതിനെ ഹൂങ്കാരാഭിഹതാം ഹൂങ്കാരം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതായി നിഷ്പ്രഭാം ഭൂമൗ പാദയാമാസ പ്രഭയില്ലാത്തതായി ഭൂമിയിൽ പതിപ്പിച്ചു. അനന്തരം ചാമരൻ ദേവിയെ വധിക്കുന്നതിനായിട്ട് വേലയച്ചു. ദേവി ഹൂങ്കാരം കൊണ്ട് ആ വേലിനെ നിഷ്പ്രഭമാക്കി നശിപ്പിച്ച് ഭൂമിയിൽ പതിപ്പിച്ചു. ചാമരനയച്ച വേൽ നശിപ്പിക്കാൻ ദേവി ആയുധം ഉപയോഗിച്ചില്ല. ദേവിയുടെ ഹൂങ്കാരം കൊണ്ട് അഭിഹതമായ ആ ശക്തി നിഷ്പ്രഭമായി തകർന്ന് ഭൂമിയിലേക്ക് വീണു. ഭഗ്നാം ശക്തിം നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതാം ചിക്ഷേപ ചാമരശൂലം ബാണേ തദഭിസാചിനത്. ഭഗ്നാം ശക്തിം നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതാം ചിക്ഷേപ ചാമരശൂലം ബാണേ തദഭി സ അച്ഛിനത്. ചാമരൻ ഭഗ്നമായി അല്ലെങ്കിൽ തകർന്നതായി നിബദിതാം വീണതായി ശക്തിം ദൃഷ്ട്വാ ശക്തിയെ കണ്ടിട്ട് ക്രോധസമന്വിത കോപത്തോടുകൂടി ശൂലം ചിക്ഷേപ ശൂലത്തെ എറിഞ്ഞു. ആ ദേവി തത് അഭി അതിനെയും ബാണങ്ങളാൽ ഛേദിച്ചു. താൻ പ്രയോഗിച്ച വേൽ തകർന്നു വീണതായി കണ്ട് ചാമരൻ കോപിച്ചു. കോപിഷ്ഠനായ അവൻ ദേവിയുടെ നേർക്ക് ശൂലം പ്രയോഗിച്ചു. ദേവി ബാണങ്ങളാൽ അതിനെയും ഛേദിച്ചു. തദസിംഹസമുത്പത്യാം ഗജകുംഭാന്തരസ്ഥിതാം ബാഹുയുദ്ധേന യുയുധേ തേനോച്ചേ ത്രിദശാരിണാം. തദസിംഹസമുത്പത്യ ഗജകുംഭാന്തരസ്ഥിതാം ബാഹുയുദ്ധേന യുയുധേ തേനോച്ചേ ത്രിദശാരിണാം. തഥ പിന്നെ സിംഹം സമുത്പത്യ മുകളിലേക്ക് ചാടിയിട്ട് ഗജകുംഭാന്തരസ്ഥ ആനയുടെ മസ്തകത്തിനിടയ്ക്ക് സ്ഥിതി ചെയ്തുകൊണ്ട് തേന ത്രിദശാരിണ ആ അസുരനോട് അതികഠിനമായി ബാഹുയുദ്ധേന ബാഹുയുദ്ധം ചെയ്തു. അപ്പോൾ സിംഹവും വെറുതെ ഇരുന്നില്ല. സിംഹം മുകളിലേക്ക് ചാടി ആനയുടെ മസ്തക കുംഭങ്ങൾക്കിടയ്ക്ക് നിന്നുകൊണ്ട് ദേവവൈരിയായ ചാമരനോട് ബാഹുയുദ്ധം ചെയ്തു. യുധ്യമാനോ തദത്തൗത്തു തസ്മാന്നാഗാൻ മഹിംഗദോ യുധാദേതി സംരപ്തോ പ്രഹാരേരതിദാരുണേ. യുധ്യമാനോ തദത്തൗ തസ്മാൻ നാഗാൻ മഹിം ഗദൗ യുയുധാദേ അതിസംരപ്തോ പ്രഹാരേർ അതിദാരുണേ. യുധ്യമാനോ തൗത്തു യുദ്ധം ചെയ്യുന്നവരായ ആ രണ്ടുപേർ ആരാണ്? സിംഹവും ചാമരനും. തഥ പിന്നീട് തസ്മാത് നാഗാത് ആ ആനയിൽ നാഗ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനയാണ്. ആ ആനയിൽ നിന്ന് മഹിം ഗതോ ഭൂമിയിലേക്ക് വീണിട്ട് അതിസംരപ്തോ അതിയായ കോപമുള്ളവരായിട്ട് അതിദാരുണേ പ്രഹാരേ അതിഭയങ്കരങ്ങളായ പ്രഹരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തു. അനന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ടുപേരും ആനപ്പുറത്ത് നിന്ന് ഭൂമിയിലിറങ്ങി അതിദാരുണമായ പ്രഹരങ്ങളാൽ യുദ്ധം ചെയ്തു. തദോ വേഗാത്ഖമുത്പത്യാം നിബത്യാച്ച മൃഗാരിണാം കരപ്രഹാരേണ ശിര ചാമരസ്യ പൃഥകൃതം. തദോ വേഗാത് ഖ ഉത്പത്യ നിബത്യാച്ച മൃഗാരിണ കരപ്രഹാരേണ ശിര ചാമരസ്യ പൃഥകൃതം. തഥാ പിന്നെ വേഗത്തിൽ ഖം ഉത്പത്തി ആകാശത്തിലേക്ക് ചാടി ഉയർന്നിട്ട് ഖം എന്ന് പറഞ്ഞാൽ ആകാശം നിബത്യ താഴേക്ക് വീണിട്ട് ചാമരസ്യ ശിര ചാമരന്റെ ശിരസ് മൃഗാരിണ സിംഹത്താൽ കരപ്രഹാരേണ കൈകൾ കൊണ്ട് പ്രഹരത്താൽ പൃഥകൃതം വേറെയാക്കി അല്ലെങ്കിൽ വേർപെടുത്തപ്പെട്ടു. പിന്നെ വേഗത്തിൽ ആകാശത്തിലേക്ക് കുതിച്ചുയർന്ന് കീഴ്പോട്ടു പതിച്ച സിംഹം കൈകൊണ്ടടിച്ച് ചാമരന്റെ ശിരസിനെ വേർപെടുത്തി. കുതിച്ചുയർന്ന് കീഴോട്ട് പതിച്ച സിംഹത്തിന്റെ കരപ്രഹരമേറ്റ് ചാമരന്റെ തല ശരീരത്തിൽ വേർപെട്ട് ചാമരൻ മരിച്ചു.